ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ദിവസം ഫുൾ എന്തൊക്കെ കഴിച്ചെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് പോയി അടിപൊളി കോഫിയാണ് കുടിക്കുന്നത്. കോഫി കുടിച്ചപ്പോൾ തന്നെ തലയുടെ പകുതി വേദന പോയി ഗൈസ്. തലവേദന നല്ല രീതിയിലുണ്ടായിരുന്നു. കോഫി കുടിച്ചപ്പോൾ ഒന്ന് ആശ്വാസമായി. കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങി നേരെ കൊണ്ടുപോയാണ് കഴിക്കുന്നത്. വാങ്ങിയതെന്ന് വെച്ചാൽ ദോശയും പിന്നെ അതിൻ്റെ കൂടെ വടയും കൂടെയാണ് വാങ്ങിയത്. സാമ്പാറിൻ്റെ ദോശയിലൊന്നും കാര്യം പറയണ്ട, വട അടിപൊളിയായിരുന്നു. ബാക്കിയെല്ലാം എന്തോ കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ. വെള്ളം കണക്കായിരുന്നു സാമ്പാറും ചമ്മന്തി ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനിയത്തി അങ്ങോട്ട് വന്നായിരുന്നു. അപ്പം ഞാൻ അവളും കൂടെ പോയാണെങ്കിൽ ഒരു ഷവർമ കഴിച്ചായിരുന്നു. ഒരു 50 രൂപയുള്ളായിരുന്നു. പക്ഷേ ഷവർമേൻ്റെ പേര് മാത്രമേ ഉള്ളൂ, എന്തൊക്കെയോ വാരി കലക്കി വെച്ചേക്കുന്ന ഒരു വൃത്തിയായിട്ട് സാധനം, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പിന്നെ കട്ട്ലേറ്റ് വാങ്ങി കഴിച്ചായിരുന്നു. അവൾ പിന്നെ അത് ഫുള്ള് കഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെള്ളത്തിനായിട്ട് ഒരു മെറിൻ്റെയും കൂടെ വാങ്ങി കുടിച്ച്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇവള് നേരെ കോളേജിലോട്ട് പോയി. ഞാനാണെങ്കിൽ നേരെ റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിലോട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഡോണറ്റ് എടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. 25 രൂപയാണ് വരുള്ളൂ. പക്ഷേ അടിപൊളി ഡോണറ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ മാമി വന്നായിരുന്നു. പിന്നെ അവിടുന്ന് ചോറും കൊണ്ടുവന്നായിരുന്നു. ചോറ് കഴിച്ചിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ വെറുതെ പോലെ കുറയ്ക്കാൻ തോന്നിയപ്പോൾ ഒരു ലേസും കൂടെ എടുത്ത് കഴിച്ച്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പം ഒരു കരിക്കിൻ്റെ ഷേക്ക് വാങ്ങി. കരിക്കിൻ്റെ ഷേക്കും കട്ട്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്, ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരു കട്ട്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. ഞാൻ ഉമ്മയും കൂടെ ഷെയർ ചെയ്താണ് അത് കഴിച്ചത്. പിന്നെ ഒരു പീസ് പേരക്കയും കൂടെ കഴിച്ച് രാത്രി ആയപ്പോൾ ഒരു കോഫി പോയി കുടിച്ച് എന്നിട്ട് ഫുഡും വാങ്ങി റൂമിലോട്ട് പോയി. ഞാൻ കിഴി പൊറോട്ടയാണ് വാങ്ങിക്കൊണ്ടുവന്ന് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ഫുഡിൽ ഇത്രയേ ഉള്ളൂ. ബൈ.